നിലവിൽ പാരീസിൽ ഒളിമ്പിക്സ് മേള നടക്കുന്നതിൻ്റെ വാർത്തകളാണ് ചർച്ച ചെയ്യപ്പെടുക. അത്തരത്തിൽ പുറത്തുവരുന്ന വാർത്തകളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ആൻറ്റി സെക്സ് ബെഡുകൾ. എന്താണ് ഇത് എന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഒളിമ്പിക്സ് പോലുള്ള ആഗോളതലത്തിലെ മേളകളിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സെക്സ്. ഇതിനുള്ള കാരണം ഒറ്റവാക്യത്തിൽ ഇത്തരം മേളകളിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളും ബന്ധപ്പെട്ടവരുമെല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണെന്നും ഓരോ വ്യക്തിയും ഓരോ സംസ്കാരവും സെക്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് എന്നും പറയാം. ഇതെല്ലാം കാരണം ഇത്തരം മേളകളുടെ സംഘാടകർ മേളയിലെത്തുന്നവർക്കിടയിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പല തീരുമാനങ്ങളും എടുക്കുക. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ തടയാൻ കഴിയാത്തതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിച്ച് ആരോഗ്യകരമായ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പലപ്പോഴും ഇത്തരം കാര്യത്തിൽ സംഘാടകർ എടുക്കുന്ന തീരുമാനം. ഇത്തരത്തിൽ സുരക്ഷയ്ക്കായി താരങ്ങൾക്ക് നിശ്ചിത എണ്ണം ഗർഭനിരോധന ഉപാധികൾ നൽകുന്നതടക്കം പലപ്പോഴും ഒരു കൂട്ടം ആളുകളുടെ വിമർശനത്തിന് കാരണമാകുന്ന പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ടോക്കിയോ ഒളിമ്പിക്സിൽ മറ്റൊരു സാഹചര്യം വന്നു ചേർന്നിരുന്നു. കൊറോണയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലവിലിരിക്കുന്നതിനാൽ തന്നെ താരങ്ങൾ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തടയണം എന്ന രീതിയിലായിരുന്നു സംഘാടകരുടെ തീരുമാനം. ഏതൊരു മനുഷ്യാവകാശ ചിന്തകളെക്കാളും ആ സമയത്ത് അനിവാര്യം ഇത്തരം ഒരു തീരുമാനം തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായി ഉടലെടുത്ത ആശയമാണ് ആന്റി സെക്സ് ബെഡുകൾ. ജപ്പാൻകാരാണ് ആദ്യമായി ഇത് ടോക്കിയോ ഒളിമ്പിക്സിന് അവതരിപ്പിച്ചത്. നിലവിൽ പാരീസിലെ ഒളിമ്പിക്സിനും ഇത്തരം ബെഡുകൾ തന്നെയാകും തയ്യാറാക്കുക എന്നതാണ് ഇപ്പോഴത്തെ വാർത്തകൾക്കും ചർച്ചകൾക്കും കാരണം. സംഗതി മറ്റൊന്നുമല്ല, കാർഡ്ബോർഡിൽ നിർമ്മിക്കുന്ന കട്ടിലുകളാണിവ. ഒരു മനുഷ്യന്റെ ഭാരം മാത്രം താങ്ങാൻ കഴിയുന്നവയാണ് ഈ ബെഡുകൾ. ഒന്നിലധികം ആളുകൾ ഈ ബെഡിൽ ഒരു സമയം വന്നാൽ ഭാരം താങ്ങാനാവാതെ ഈ ബെഡുകൾ തകർന്നു വീഴും. ഇത്തരത്തിൽ താരങ്ങൾക്ക് ശാരീരിക ബന്ധം ഒഴിവാക്കാനുള്ള തന്ത്രപരമായ കാർഡ്ബോർഡ് നിർമ്മിതിയാണ് ആന്റി സെക്സ് ബെഡുകൾ. ഏതായാലും പാരീസിലും ഈ രീതിയിലുള്ള ബെഡുകളാകും